my dear beautiful souls. Welcome back to my channel, Divine Speaks. ഇന്നത്തെ നമ്മുടെ എനർജി ലെവൽ, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ്, നമ്മുടെ സിറ്റുവേഷൻ ഒക്കെ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ കറണ്ട് എനർജി, എന്ത് ഔട്ട്കമാണ് യൂണിവേഴ്സ് നമുക്ക് നൽകുന്നത്. ഇതൊരു ജനറിക് റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്തവ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, എന്ത് സ്റ്റെപ്പാണ് നിങ്ങൾ എടുക്കേണ്ടത്? അടുത്തതായിട്ട് നിങ്ങളുടെ ഔട്ട്കം എന്താണ്? നമുക്ക് നോക്കാം. പേജ് ഓഫ് പെന്റക്കിൾസ് ആണ് നിങ്ങളുടെ കറണ്ട് എനർജി ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ഫിനാൻഷ്യലി റിസ്ക് എടുക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ വരവിനേക്കാൾ കൂടുതൽ നിങ്ങളിപ്പോൾ ചിലവ് ചെയ്യുന്നുണ്ടാവും. അതായത് നിങ്ങൾ കടം കൊടുക്കുകയോ, അതായത് തിരിച്ചു കിട്ടില്ല എന്നുള്ളവർക്ക് കടം കൊടുക്കുകയോ, അനാവശ്യ ചെലവുകൾ വരുത്തി വയ്ക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചിലപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ തീരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ ക്രൈസിസിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു നെഗറ്റീവ് തോട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലേ? അപ്പോൾ ഞാൻ കൊടുക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അന്ന് ചെയ്യണ്ടായിരുന്നു, ഞാൻ അയാളെ വിശ്വസിച്ചാണ് കടം കൊടുത്തത്, പക്ഷെ അത് തിരിച്ചു കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വരാം. അങ്ങനെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഔട്ട്കം അല്ലെങ്കിൽ ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ മിതത്വം പാലിക്കണം എന്നാണ്. അതായത് നിങ്ങളുടെ സേവിങ്സ് നിങ്ങൾ കുറച്ച് സൂക്ഷിച്ച് തന്നെ കരുതിയേക്കണം. അതായത് അനാവശ്യമായ ചിലവുകൾ കുറയ്ക്കുക, നിങ്ങളുടെ വരവ് അനുസരിച്ച് ചിലവ് ചെയ്യുക എന്നാണ്. അതുപോലെ നിങ്ങൾ കുറച്ച് മൈൻഡ് കൺട്രോൾ ഒക്കെ കൊണ്ടുവരിക എന്നും കാണിക്കുന്നുണ്ട്. നിങ്ങൾ പിന്നെ നിൽക്കുന്ന സ്ഥലം, അതായത് നമ്മുടെ നിലനിൽപ്പിനാണ് ആദ്യം, അതായത് നമ്മുടെ നിലനിൽപ്പിനാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ചില മനുഷ്യരുണ്ടാവും, അല്ലെ, നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും, വളരെ ദാനശീലരായിരിക്കും. മറ്റൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ കടം വാങ്ങിച്ചാണെങ്കിലും അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലുമൊക്കെ കടം എടുത്തിട്ടാണെങ്കിലും വാങ്ങിച്ചിട്ടാണെങ്കിലും സഹായിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കുക. പിന്നെ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു സ്ട്രഗിൾസ്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവിസിബിൾ എനിമീസുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തന്നെ ആവാം ആ ഇൻവിസിബിൾ എനിമി എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? സാമ്പത്തിക പരാധീനതകൾ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ഇതെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ മിതത്വം പാലിക്കണം, ഈശ്വര വിശ്വാസം, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു യൂണിവേഴ്സൽ എനർജിയിൽ വിശ്വസിക്കുക, കുറച്ച് സമയമൊക്കെ മെഡിറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, യോഗ ഒക്കെ ചെയ്യുന്നതിന് സമയം കണ്ടെത്തുക എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ബാക്കിയെല്ലാം യൂണിവേഴ്സ് നിങ്ങളെ ഒരു ഏഞ്ചലിനെ പോലെ തന്നെ നിന്ന് സംരക്ഷിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നല്ല റീഡിംഗ് തന്നെയാണ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.